ലാക്ഷാതി തൈലം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? നമ്മൾ വളരെ കാലം മുതൽക്ക് തന്നെ കുഞ്ഞുങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു തൈലമാണ് ലാക്ഷാതി തൈലം. ഇപ്പോൾ പെട്ടെന്ന് മെനിയാന്ന് ക്ലിനിക്കിൽ വന്നൊരു പേഷ്യൻറ്റിൻ്റെ സംശയമായിരുന്നു, നമുക്ക് ലാക്ഷാതി തൈലം ഉപയോഗിച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നിറം വയ്ക്കുമോ എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ലാക്ഷാതി തൈലം കുഞ്ഞുങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങളിൽ നിറം വയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ അല്ലയോ എന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ എപ്പോഴും ഒരു മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിലെ നിറം എന്ന് പറയുന്നത് ജെനറ്റിക്സിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ മെലാനിൻ പ്രൊഡക്ഷനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളുടെ നിറം എന്നൊക്കെ പറയുന്നത്. അതുപോലെ നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ നിറം മാറിക്കൊണ്ടേയിരിക്കും. ഏകദേശം 1 വയസ്സ് വരെ കുഞ്ഞുങ്ങളുടെ നിറത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. ചിലപ്പോൾ പ്രസവിക്കുന്ന സമയത്ത് നിറമുള്ള കുഞ്ഞുങ്ങളുടെ നിറം കുറയാം. ചില കുട്ടികൾ തീരെ നിറമില്ലാത്ത കുട്ടികളാണ്, നിറം വയ്ക്കുകയൊക്കെ ചെയ്യും. ഇവരുടെ സ്കിന്നിൻ്റെ ടോണൊക്കെ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ നിറം എന്ന് പറയുന്നത് ഒരു 1 ഇയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള നിറം ഏതാണെന്ന് മനസ്സിലാവുള്ളൂ. ഇനി ലാക്ഷാതി തൈലം ഉപയോഗിക്കുന്നത്. ലാക്ഷാതി തൈലം നമ്മൾ കുട്ടികളിൽ ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, കുട്ടികളുടെ മസിൽസ്, അതായത് പേശികളും അസ്ഥികളും എല്ലാം തന്നെ ദൃഢമാകും. നമ്മൾ ലാക്ഷാതി തൈലം ഉപയോഗിച്ച് മസാജ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ദൃഢമാവും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ലാക്ഷാതി തൈലം കുട്ടികൾക്ക് വേണ്ടി റെഫർ ചെയ്യുന്നത്. അല്ലാതെ കുട്ടികളുടെ ശരീരത്തിൻ്റെ നിറം വർദ്ധിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ ലാക്ഷാതി തൈലം നമ്മൾ ഉപയോഗിക്കും. ലാക്ഷാതി തൈലം എന്ന് പറയുന്നത് ബല്യമാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ പേശികളെയും അസ്ഥികളെയും ഒക്കെ തന്നെ ബലവർദ്ധനത്തിന് സഹായിക്കുന്നു. അതുപോലെ ചില രോഗാവസ്ഥയിൽ, അപസ്മാരം, ഉന്മാദം, ജരം, ക്ഷയം എന്നുള്ള രോഗാവസ്ഥയിലെല്ലാം തന്നെ നമുക്ക് ലാക്ഷാതി തൈലം ഉപയോഗിക്കാം. അതുപോലെ ശരീരത്തിലെ വാദം കൂടുതലുണ്ടെങ്കിൽ ഈ വാദം കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ലാക്ഷാതി തൈലം ഉപയോഗിക്കുന്നു. അപ്പോൾ ലാക്ഷാതി തൈലത്തിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് അത് കുട്ടികളിൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ ബല്യമാണ്. അതുപോലെ തന്നെ ബല്യം എന്ന് പറയുമ്പോൾ കുട്ടികൾ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, അവരുടെ പേശികളൊക്കെ തന്നെ അയഞ്ഞതായിരിക്കും, അസ്ഥികളും പേശികളൊക്കെ. അപ്പോൾ അതിനൊക്കെ തന്നെ ബലവർദ്ധനമായിട്ടാണ് നമ്മൾ എപ്പോഴും ലാക്ഷാതി തൈലം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഗർഭിണികൾക്കും തേച്ച് കുളിക്കാൻ, ഒരു 7 മാസം മുതൽ ഗർഭിണികൾക്കും തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഫർ ചെയ്യുന്ന ഒരു തൈലമാണ് ലാക്ഷാതി തൈലം. കാരണം ഗർഭിണിയായിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വാതവർദ്ധനം ഉണ്ടാവുകയും അത് പലതരത്തിലുള്ള വേദനകൾക്ക്, അതായത് ഗർഭിണികൾക്ക് എപ്പോഴും അറിയാം, നടുവേദന, കാലുവേദന, മസിൽ കയറ്, അങ്ങനെയുള്ള പല വേദനകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വേദനകളെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തിലെ വാദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലാക്ഷാതി തൈലം ഉപയോഗിക്കും. ലാക്ഷാതി തൈലം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അവരുടെ ശരീരത്തിന് പുഷ്ടി ഉണ്ടാവും, ബലമുണ്ടാവുകയും ഒക്കെ ചെയ്യും. പക്ഷേ സ്വാഭാവികമായിട്ടുള്ള കുട്ടികളുടെ നിറത്തെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, കുഞ്ഞുങ്ങളുടെ നിറം എന്ന് പറയുന്നത് ജെനറ്റിക്സിനെ ആശ്രയിച്ചിരിക്കുന്നതാണ്. എന്നാലും നമ്മൾ തൈലം എല്ലാം ഉപയോഗിച്ച് മസാജ് ചെയ്യുമ്പോൾ നമുക്ക് അവിടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും നമ്മുടെ സ്കിന്ന് അതിന് അനുസരിച്ച് നല്ല ഗ്ലോ ഉണ്ടാവുകയും ചെയ്യും. അതായത് നമുക്ക് ബ്രൈറ്റൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആവാൻ വേണ്ടി സഹായിക്കും. അല്ലാതെ നമ്മുടെ നിറത്തിൽ ലാക്ഷാതി തൈലത്തിന് യാതൊരു പങ്കുമില്ല.